വടകരയിൽ CPIM പ്രകടനത്തിനിടെ ഗതാഗതം തടസ്സപ്പെട്ടത് ചോദ്യം ചെയ്ത യുവാവിനെ പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി. സമൂഹമാധ്യമങ്ങളിലടക്കം CPIMനെതിരെ യുവാവ് പ്രചാരണത്തിന് ശ്രമിച്ചിരുന്നു. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, എന്താണ് സംഭവിച്ചത്? പ്രവിധ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ LDF വടകരയിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയ്ക്കിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM നടത്തിവന്ന ഈ പൊതുയോഗത്തിനിടയിൽ ഒരു യുവാവ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രകടനത്തെ വിമർശിക്കുകയും അത് നവമാധ്യമങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ട് മാർഗതടസ്സം സൃഷ്ടിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒരു ചിത്രം ആ വീഡിയോ എടുക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടാണ് റാലിയിൽ ഉണ്ടായിരുന്നവർ പ്രകോപിതരാകുകയും അവിടെ കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തത്. ഒരു സംഘം ഈ യുവാവിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. പോലീസ് ഉടൻ തന്നെ എത്തുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ യുവാവിനെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് പോലീസിന്റെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് അവിടുന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി യുവാവിന്റെ രക്ഷിതാക്കൾ എത്തിയ ശേഷം അവർക്കൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. നിലവിൽ യുവാവോ രക്ഷിതാക്കളോ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കേസ് എടുത്തിട്ടില്ല. പരാതി നൽകുന്ന മുറയ്ക്ക് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് സന്ധ്യയോട് കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു UDF അനുഭാവിയായിട്ടുള്ള നേരത്തെ പഠനകാലത്ത് KSUവിന്റെ ഭാരവാഹിത്വം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു യുവാവാണ്. ഇപ്പോൾ സജീവമായ ഒരു രാഷ്ട്രീയക്കാരനല്ല എങ്കിൽ കൂടി ഒരു UDF അനുഭാവിയായിട്ടുള്ള ഒരു യുവാവാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് മുതിർന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ LDFന്റെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും തുടർന്ന് പോലീസ് എത്തി യുവാവിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും നിലവിൽ കേസെടുത്തിട്ടില്ല. ഈ യുവാവോ രക്ഷിതാക്കളോ പരാതി നൽകിയാൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വടകര പോലീസ് അറിയിക്കുന്നത്. ശരി, കോഴിക്കോടാണ് സംഭവം. വടകരയിൽ CPIM പ്രകടനത്തിനിടെ ഗതാഗതം തടസ്സപ്പെട്ടത് ചോദ്യം ചെയ്ത യുവാവിനെ പ്രവർത്തകർ മർദ്ദിച്ചെന്നാണ് പരാതി.